ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈമിൻ്റെ റെസിപ്പിയാണ്. ലൈം നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്യുന്നതാണ്. എന്നാൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ലൈം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലൈമാണ് കേട്ടോ. അതുപോലെ നമ്മളിതിൽ സോഡ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തത. അപ്പോൾ നല്ലൊരു കൂൾ ഡ്രിങ്ക്സ് ആണിത്. നമുക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ കൊടുക്കാം. നല്ലൊരു കൂളിംഗ് ഫീൽ കിട്ടുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, റെസിപ്പി മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇനി ഒരു 2 ഏലക്കയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 കഷ്ണം പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എരിവുള്ള മുളകായതുകൊണ്ടാണ് ഒരു കഷ്ണങ്ങളാക്കിയിട്ട് അത്രയും കുറച്ചിട്ടിട്ടുള്ളത്. എരിവ് കുറച്ചുള്ള മുളകാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മുളക് ഒരുപാട് ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂക്കൊക്കെ കയറും. അപ്പോൾ മുളക് കുറച്ച് ഒരു ചെറിയ ഒരു എരിവ് മാത്രം മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ചിട്ടാണ് ഞാനിത് ഒഴിക്കുന്നത് കേട്ടോ. അരിച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് എരിവല്ല, എന്നാലും മുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ചെറിയൊരു എരിവും എന്തായാലും ഉണ്ടാവും. ഇഞ്ചിൻ്റെ മുളകിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ലൈം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ടുകൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ കേട്ടോ. എത്രത്തോളം തണുപ്പ് വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സോഡയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ് ഫുള്ളാക്കാത്തത് കേട്ടോ. കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് സോഡ ഒഴിക്കുന്നത്. സോഡ ഒഴിക്കുമ്പോൾ പൊങ്ങി വരും സാധാരണ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സോഡ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ സോഡ ഒഴിച്ചേക്കുന്ന തന്നെ നമ്മൾ കുടിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നല്ലൊരു ലൈമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.